നമസ്കാരം. എല്ലാവർക്കും പുതുവത്സര ആശംസകൾ. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഓണാഘോഷ പരിപാടിയുടെ സമാപന ഘോഷയാത്രയിൽ ഗുരുദേവനെ കുരിശിൽ തറയ്ക്കുന്ന ഒരു നിശ്ചല ദൃശ്യം നമ്മുടെ സഖാക്കന്മാർ അവതരിപ്പിച്ചിരുന്നു. ഒരുപാട് വിമർശനങ്ങൾക്ക് അത് വഴിവെക്കുകയുണ്ടായി. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ അതിനെ വിമർശിച്ചത്, ഏറ്റവും നിശ്ചിതമായി വിമർശിച്ചത് SNDP യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറി ശ്രീ വെള്ളാപ്പള്ളി നടേശൻ തന്നെയായിരുന്നു. അദ്ദേഹം ചോദിച്ചു, മന്നത്ത് പത്മനാഭനെയോ അല്ലെങ്കിൽ ചട്ടമ്പി സ്വാമികളെയോ ഇതേ രീതിയിൽ അവതരിപ്പിക്കാൻ CPM-ന് ധൈര്യമുണ്ടാകുമോ? ഇതായിരുന്നു വെള്ളാപ്പള്ളിയുടെ ചോദ്യം. പ്രസക്തമായ ഒരു ചോദ്യം തന്നെയാണത്. മറ്റൊന്നുകൂടി വെള്ളാപ്പള്ളി പറയുകയുണ്ടായി, ഇത് CPM-ന്റെ നാശത്തിലേക്കുള്ള പോക്കാണ്. ഇത് പറയാൻ കാരണം, അതിനു മുമ്പ് ഒരു കാര്യം കൂടി. കാരണം ഈ ഒരു ഗുരുദേവനെ കുരിശിൽ തറച്ചുകൊണ്ടുള്ള ആ നിശ്ചല ദൃശ്യം ഒരുപക്ഷെ ഇതിനെ നമുക്ക് ന്യായീകരിക്കാൻ വഴികളുണ്ട്. അങ്ങനെ ചില ദാർശനിക സൈദ്ധാന്തിക CPM സഖാക്കളൊക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ട്. അതായത് ഗുരുദേവനെ അപഹസിക്കാനില്ല, ആക്ഷേപിക്കാനല്ല അങ്ങനെ ഒരു നിശ്ചല ദൃശ്യം ഒരുക്കിയത്. ഗുരുദേവ ദർശനങ്ങൾ, ഗുരുദേവ സന്ദേശങ്ങളൊക്കെ വളരെ തെറ്റായ രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടുകയും ആ സന്ദേശങ്ങളെയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ദർശനങ്ങൾക്കൊക്കെ എതിരെ പ്രവർത്തിക്കുന്ന ആൾക്കാർ, അവരെയാണ് യഥാർത്ഥത്തിൽ ഞങ്ങൾ ഈ നിശ്ചല ദൃശ്യത്തിലൂടെ അവതരിപ്പിച്ചത് എന്നൊക്കെ വേണമെങ്കിൽ അവർക്ക് പറയാം. പക്ഷേ ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ ആരാധ്യനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ശിവഗിരി തീർത്ഥാടനത്തിൻ്റെ ഉദ്ഘാടന വേദിയിൽ അദ്ദേഹം നടത്തിയ ചില പരാമർശങ്ങൾ അത്യന്തം അപലപനീയമാണെന്ന് പറയാതെ വയ്യ. ഈ വേദിയിൽ, ഉദ്ഘാടന വേദിയിൽ ശ്രീ വെള്ളാപ്പള്ളി നടേശനുണ്ടായിരുന്നു, ആരാധ്യരായ സന്യാസി ശ്രേഷ്ഠന്മാരുണ്ടായിരുന്നു. അവരുടെയൊക്കെ സാന്നിധ്യത്തിലാണ് പിണറായി വിജയൻ ഗുരുദേവനെക്കുറിച്ചുള്ള നട്ടാൽ കുരുക്കാത്ത കള്ളങ്ങൾ ആ മഹാസമ്മേളനത്തിൽ മുന്നിലുള്ള ആയിരക്കണക്കിന് ശ്രീനാരായണീയരെ സാക്ഷി നിർത്തിക്കൊണ്ട് ശ്രീ പിണറായി വിജയൻ പറഞ്ഞത്. 2 ദിവസം കഴിഞ്ഞു. എന്നെ അത്ഭുതപ്പെടുത്തുന്നത്, ശ്രീനാരായണ സമൂഹം ഈ ഒരു പരാമർശത്തിനെതിരെ ഒരു തരത്തിലുള്ള പ്രതികരണവും നടത്തിയിട്ടില്ല എന്നുള്ളതാണ്. എന്താ ഇവർക്കൊക്കെ പിണറായി വിജയൻ ഇത്ര പേടിയാണോ? എന്താണ് പിണറായി വിജയൻ പറഞ്ഞത്? അല്ലെങ്കിൽ ശ്രീനാരായണ ഗുരു മനസ്സിൽ പോലും വിചാരിക്കാത്ത കാര്യം. അപ്പോൾ ഗുരുദേവൻ്റെ തൻ്റെ മനസ്സിൽ, അതായത് പിണറായിക്കുള്ള ചില രാഷ്ട്രീയ താല്പര്യങ്ങൾ, അത് ഗുരുദേവൻ്റെ വായിലേക്ക് തള്ളിക്കയറ്റിക്കൊണ്ട് ഗുരുദേവനെ കുറിച്ച്, അല്ലെങ്കിൽ ഗുരുദേവൻ ഒരിക്കലും പറയാത്ത കാര്യങ്ങൾ പറഞ്ഞു എന്ന രീതിയിലാണ് പിണറായി വിജയൻ ആ മഹാസമ്മേളനത്തിൽ തൻ്റെ പ്രസംഗം നടത്തിയത്. പിണറായി വിജയൻ പറഞ്ഞത് എന്താണെന്നോ? അതായത് ഗുരു നിരാകരിച്ച കാര്യങ്ങളൊക്കെ തിരികെ കൊണ്ടുവരുന്നു. ഇതായിരുന്നു പിണറായിയുടെ പോയിന്റ്. ഗുരു നിരാകരിച്ചതിനെയൊക്കെ വീണ്ടും തിരികെ കൊണ്ടുവരാനുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത്. അതിനെതിരെ നാം ജാഗ്രത പാലിക്കണമെന്നുള്ളതായിരുന്നു പിണറായി വിജയൻ്റെ ഈ പ്രസംഗത്തിലെ ഏറ്റവും പ്രസക്തമായ കാര്യം. ഒറ്റ വാചകം കേട്ടാൽ അതിൽ പ്രത്യേകിച്ച് തെറ്റൊന്നുമില്ല. ഗുരു നിരാകരിച്ചവയെ ഒന്നും തിരികെ കൊണ്ടുവരാൻ പാടില്ല, അതിനെ നമ്മൾ ചെറുക്കുക തന്നെ വേണം. പക്ഷെ എന്താണ് ഗുരു നിരാകരിച്ചത് എന്നുള്ളത് പിണറായി വിജയൻ ഈ മഹാസമ്മേളനത്തിൽ പറയുമ്പോഴാണ് നമ്മൾ ആകെ അത്ഭുതപ്പെടുന്നത്. അദ്ദേഹം പറയുകയാണ്, ഗുരു ഈ തീർത്ഥാടന കാലത്ത്, അല്ലെങ്കിൽ തീർത്ഥാടകർ, ശിവഗിരി തീർത്ഥാടകർക്ക് ഗുരു നൽകിയത്, അല്ലെങ്കിൽ ഗുരു ഉപദേശിച്ചത് മഞ്ഞ വസ്ത്രം ധരിക്കാനാണ്. ഈ മഞ്ഞ വസ്ത്രം ധരിക്കാൻ ഗുരു പറയാനുള്ള കാരണം, കാവി വസ്ത്രം ധരിക്കരുത്. കാവി എന്നുള്ളത് ഒരു മതചിഹ്നമാണ്, ഒരു മതത്തിൻ്റെതാണ്, ഒരു മതത്തിൻ്റെ വസ്ത്രമാണ് കാവി. അതുകൊണ്ട് കാവി ഉപയോഗിക്കരുത്, അതിന് പകരം മഞ്ഞ വസ്ത്രം ഉപയോഗിക്കണം എന്നാണ് ഗുരുദേവൻ പറഞ്ഞത്. ഗുരുദേവൻ മഞ്ഞ വസ്ത്രമാണ് ശിവഗിരി തീർത്ഥാടകർ ഉപയോഗിക്കേണ്ടത് എന്ന് പറഞ്ഞു എന്നുള്ളത് 100% ശരിയാണ്. അതിന് ചരിത്ര രേഖകളുണ്ട്. പക്ഷേ ഗുരുദേവൻ ഒരിക്കലും കാവി എന്ന് പറയുന്നത് ഒരു മതവിഭാഗത്തിൻ്റെ വസ്ത്രമാണ്. ഒരു മതവിഭാഗത്തിൻ്റെ എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ അറിയാം, അത് ഹിന്ദുമതത്തിൻ്റെ ഒരു വസ്ത്രമാണ്. ഹിന്ദുമതത്തിലെ സന്യാസി ശ്രേഷ്ഠന്മാരുടെ വസ്ത്രമാണ് കാവി. ഈ കാവി എന്നുള്ളതിന് ശ്രീനാരായണ ഗുരു ഒരു കാലത്തും തള്ളി പറഞ്ഞിട്ടില്ല. പക്ഷേ പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം കാവ്യവൽക്കരണ, അതായത് കാവി എന്ന് കേൾക്കുമ്പോൾ പിണറായി വിജയന് കലിപ്പാണ്. പിണറായി വിജയന് മാത്രമല്ല, ഒരുമാതിരി സഖാക്കൾക്ക് മുഴുവനും കാവിയോടുള്ള എന്താ പറയുക, ഏറ്റവും വലിയ വെറുപ്പ്. ആ വെറുപ്പാണ് പിണറായി വിജയൻ ഈ മഹാസമ്മേളനത്തിൽ ഗുരുവിൻ്റെ വാക്കുകളായി അവതരിപ്പിച്ചത്.
യഥാർത്ഥത്തിൽ പിണറായി ചെയ്തത് ഏറ്റവും വലിയ മഹാപാപമാണ്. ശതകോടി വട്ടം മാപ്പ് പറഞ്ഞാലും ശ്രീനാരായണീയ സമൂഹം ശ്രീനാരായണീയ സമൂഹത്തിന് പൊറുക്കാനാവാത്ത അപരാധമാണ് ശ്രീ പിണറായി വിജയൻ അവിടെ നടത്തിയത്. അദ്ദേഹം പറയുകയാണ്, ഗുരു കാവ്യവസ്ത്രം ധരിക്കരുത് എന്ന് പറഞ്ഞത്, അല്ലെങ്കിൽ കാവ്യവസ്ത്രത്തിന് പകരം മഞ്ഞ വസ്ത്രം ധരിക്കണമെന്ന് പറഞ്ഞത് അത് ഒരു മതവിഭാഗത്തിൻ്റെ വസ്ത്രമാണ് എന്നുള്ളത് കൊണ്ടാണ്. യഥാർത്ഥത്തിൽ അങ്ങനെ ആയിരുന്നു. ഈ വേദിയിൽ മുഴുവനും കാവ്യവസ്ത്രമണിഞ്ഞ സന്യാസി വര്യന്മാരാണ് ഇരിക്കുന്നത്. അവരെ കൂടി അപമാനിക്കുകയാണ്, അവഹേളിക്കുകയാണ് പിണറായി വിജയൻ ചെയ്തിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഗുരുദേവനെ മഞ്ഞ വസ്ത്രം ധരിപ്പിക്കാനുള്ള ശ്രമങ്ങളൊക്കെ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട് എന്ന് പറയുന്ന ആക്ഷേപങ്ങളൊക്കെ നമ്മുടെ ശ്രദ്ധയിലുണ്ട്, അല്ലെങ്കിൽ നമ്മൾ കേട്ടിട്ടുണ്ട്. ഗുരുദേവൻ യഥാർത്ഥത്തിൽ തൻ്റെ ജീവിതകാലത്ത് ഏറ്റവും കൂടുതൽ ധരിച്ചിരുന്നത് വെള്ള വസ്ത്രമായിരുന്നു. അദ്ദേഹം മഞ്ഞ വസ്ത്രം ധരിച്ചിട്ടുണ്ട്, വെള്ള വസ്ത്രം ധരിച്ചിട്ടുണ്ട്, കാവ്യ വസ്ത്രവും ഗുരുദേവൻ ധരിച്ചിട്ടുണ്ട്. അതല്ലാതെ ഇപ്പോഴല്ല. ഗുരുദേവനെ കാവ്യ വസ്ത്രം ധരിപ്പിക്കുന്നത് ഈ പുതിയ കാലത്ത് സംഘപരിവാർ ശക്തികളാണ് എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു നറേഷൻ ഇപ്പം വല്ലാണ്ട് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. CPM ആണ് ഇതിൻ്റെ പിന്നിലുള്ള പ്രധാനപ്പെട്ട ഈ പ്രചാരകർ എന്ന് പറയുന്നത്. CPMന് സംഘപരിവാറിനോടും BJPയോടും കാവ്യയോടും ഒക്കെ പരമപുച്ഛമാണ്, ശത്രുതയാണ് എന്നതൊക്കെ ശരി തന്നെ. പക്ഷെ അതിനുവേണ്ടി അത് പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇത് ഗുരുദേവൻ അങ്ങനെ ഒരു നറേഷൻ പറഞ്ഞിരുന്നു, അല്ലെങ്കിൽ ഗുരുദേവൻ അങ്ങനെ ഒരു വ്യാഖ്യാനം പറഞ്ഞിരുന്നു, അല്ലെങ്കിൽ ഗുരുദേവന്റെ മനസ്സിൽ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നു എന്നുള്ള കള്ളപ്രചരണം നടത്തുന്നത്, അത് പറയാൻ വാക്കുകളില്ല. പിണറായി ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു, അങ്ങനെ ചിന്തിക്കാൻ പാടില്ലായിരുന്നു. ഇനി പറഞ്ഞു പോയെങ്കിൽ തന്നെ പിണറായി ചെയ്യേണ്ടത് ഗുരുസന്നിധിയിൽ വന്നുകൊണ്ട് മാപ്പപേക്ഷിക്കുകയാണ്. തെറ്റിപ്പോയി എന്ന് പിണറായി വിജയൻ പറഞ്ഞേ പറ്റൂ. എങ്കിലേ ശ്രീനാരായണീയ സമൂഹം പിണറായി വിജയനോട് പൊറുക്കുകയുള്ളൂ. യഥാർത്ഥത്തിൽ ഗുരുദേവൻ കാവ്യവസ്ത്രത്തെ ഒരിക്കലും തള്ളി പറഞ്ഞിട്ടില്ല. ഗുരുദേവൻ ശ്രീലങ്കയിലേക്ക് യാത്ര പുറപ്പെടുന്നത്, അല്ലെങ്കിൽ യാത്ര പോകുന്നത് കാവ്യവസ്ത്രം ധരിച്ചുകൊണ്ടാണ്. അങ്ങനെ പല സന്ദർഭങ്ങളിലും കാവ്യവസ്ത്രം ധരിച്ചിട്ടുള്ള ശ്രീനാരായണ ഗുരുദേവൻ കാവ്യവസ്ത്രത്തെ ഒരിക്കലും തള്ളിപ്പറയാത്ത ഒരു ഘട്ടത്തിൽ പിണറായി വിജയൻ പറയുകയാണ്, ഒരു മതവിഭാഗത്തിന്റെ വസ്ത്രം എന്നുള്ള രീതിയിലാണ് ഗുരു കാവ്യവസ്ത്രത്തെ മാറ്റി നിർത്തുകയും പകരം മഞ്ഞ വസ്ത്രം ധരിക്കണം എന്ന് പറയുകയും ചെയ്ത്. ഈ മഞ്ഞ വസ്ത്രം ധരിച്ചത് ഒരു മതവിഭാഗത്തിന്റെ ചിഹ്നം എന്നുള്ള രീതിയിൽ തന്നെയാണ് ശ്രീനാരായണ ഗുരുദേവൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. കാവ്യ വേണ്ട. അതെങ്ങനെയാണ് എന്നുള്ളത് ഗുരുദേവന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു. അതായത്, ഗൃഹസ്ഥാശ്രമികളുടേതാണ് വെള്ളവസ്ത്രം, കറുപ്പ് ധരിക്കുന്നത് ശബരിമല തീർത്ഥാടനത്തിന് പോകുന്നവരാണ്. അതുകൊണ്ട് നമുക്ക് പിന്നെ പറയുന്നു കാവ്യ വസ്ത്രം സന്യാസി ശ്രേഷ്ഠന്മാർക്കുള്ളതാണ്. അതുകൊണ്ട് നമുക്ക് മഞ്ഞ വസ്ത്രം, നമ്മുടെ തീർത്ഥാടകർക്ക് മഞ്ഞ വസ്ത്രമാണ് നല്ലത്. ഈ മഞ്ഞ എന്നുള്ളത് ശ്രീകൃഷ്ണ ഭഗവാന്റെയും, അങ്ങനെ തന്നെയാണ് ഗുരുദേവൻ പറഞ്ഞത്, മഞ്ഞ എന്നുള്ളത് ശ്രീകൃഷ്ണ ഭഗവാന്റെയും ശ്രീബുദ്ധന്റെയും ഉണ്ടാണല്ലോ, അതാണ് നല്ലത്. ഇങ്ങനെയാണ് ഗുരുദേവൻ പറഞ്ഞത്. ഒരുപക്ഷെ പിണറായിക്ക് ആ കഥകളൊന്നും അറിയില്ലായിരിക്കാം. 1928 ജനുവരി മാസം 19 1928 ജനുവരി മാസം 19 കോട്ടയത്തെ മഹാദേവ ക്ഷേത്രത്തിന് സമീപമുള്ള മാവിൻ ചുവട്ടിൽ വെച്ച് ഗുരുദേവൻ വിശ്രമിക്കുമ്പോൾ, അപ്പോഴാണ് ഗുരുദേവൻ ഈ തീർത്ഥാടനത്തിന് അനുമതി കൊടുക്കുന്നത്. ഏതായാലും 1928 പിണറായി വിജയൻ ജീവിച്ചിരിപ്പില്ലല്ലോ, പിണറായി വിജയൻ ഇത് നേരിട്ട് കേട്ടിട്ടില്ലല്ലോ. പക്ഷേ അന്ന് എന്താണ് സംഭവിച്ചത് എന്നുള്ളത് അവരുടെ ശരിക്കും ഗുരുദേവൻ പറഞ്ഞതിൻ്റെ വെർബാറ്റം ഇന്ന് പുസ്തക രൂപത്തിൽ തന്നെ പുറത്തിറങ്ങിയിട്ടുണ്ട്. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതിനെല്ലാത്തിനും സാക്ഷിയായ മാവ് ഇപ്പോഴും മഹാദേവ ക്ഷേത്രത്തിന്റെ സന്നിധിയിൽ, അതിന്റെ പരിസരത്ത് ആ മാവ് ഇപ്പോഴും ഉണ്ട്. പലപ്പോഴും ആ മാവിൻ ചോട്ടിലിരുന്ന് ഗുരുദേവ ദർശനങ്ങളെക്കുറിച്ച് പരസ്പരം സംസാരിക്കുകയും അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുകയും ഇപ്പോൾ ഗുരുദേവ ദർശനങ്ങൾക്ക് വന്നിരിക്കുന്ന അപജയത്തെക്കുറിച്ച് സംസാരിക്കുകയൊക്കെ ദീർഘ നേരം അല്ലെങ്കിൽ പല ദിവസങ്ങളിലും സംസാരിക്കുകയും ചെയ്തൊരു വ്യക്തി എന്നുള്ള രീതിയിൽ ഞാനൊക്കെ കോട്ടയത്തായിരിക്കുമ്പോൾ, കോട്ടയത്ത് അന്ന് കേരളകൗമുദിയുടെ ബ്യൂറോ ചീഫ് വി ജയകുമാർ, ഫോട്ടോഗ്രാഫർ ശ്രീകുമാർ ആലപ്ര, അങ്ങനെ ഞങ്ങളൊക്കെ പലപ്പോഴും ഞങ്ങളുടെ സങ്കേതമായിരുന്നു ഈ മാവിൻ ചുവട്. അപ്പോഴൊക്കെ അപ്പോഴും ശ്രീനാരായണ ഗുരുദേവനെ തഴുകിയ കാറ്റ് വർഷങ്ങൾക്ക് ശേഷം നമ്മളെയും തഴുകുന്ന പോലുള്ള അനുഭവമൊക്കെ നമുക്കുണ്ടായിട്ടുണ്ട്. ഈ മാവിൻ ചുവട്ടിൽ ഇരുന്നിട്ടാണ് ഗുരുദേവൻ ഈ തീർത്ഥാടനത്തിന് അനുമതി കൊടുക്കുന്നത്. തീർത്ഥാടനത്തിന് അനുമതി ചോദിച്ചുകൊണ്ട് വല്ലഭശ്ശേരി ഗോവിന്ദം വൈദ്യരും TK കിട്ടൻ റൈറ്ററും ഇവർ രണ്ടുപേരാണ് ഗുരുദേവനോട് തീർത്ഥാടനത്തിനുള്ള അനുമതി ചോദിക്കുന്നത്, ഇങ്ങനെ ഒരു തീർത്ഥാടനത്തിന്റെ സാധ്യതകളെക്കുറിച്ച് ചോദിക്കുന്നത്. അപ്പോൾ ഗുരുദേവൻ അവരോട് പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഒന്ന്, ഈ തീർത്ഥാടകർക്ക് ഉണ്ടായിരിക്കേണ്ട
പഞ്ചശുദ്ധിയെക്കുറിച്ച് പറയുന്നുണ്ട്. തീർത്ഥാടകർക്ക് പഞ്ചശുദ്ധി വേണം. അതായത് ഈ ശ്രീബുദ്ധൻ അനുവർത്തിച്ചിരുന്ന പഞ്ചശുദ്ധിയെക്കുറിച്ച് അറിയോ എന്ന് വല്ലഭശ്ശേരിയോടും അല്ലെങ്കിൽ ഈ കിട്ടൻ റൈറ്ററോടൊക്കെ ചോദിക്കുന്നുണ്ട്. ഈ പഞ്ചശുദ്ധി എന്ന് പറയുന്നത് ശരീരശുദ്ധി, മനഃശുദ്ധി, വാക്കുശുദ്ധി, ഭക്ഷണശുദ്ധി, ശരീരശുദ്ധി എന്നിവയൊക്കെയാണ്. ഈ ശുദ്ധികളൊക്കെ വേണം ഇതിന് ഈ പറയുന്ന ശിവഗിരി തീർത്ഥാടനത്തിനെത്തുക, അല്ലെ വെറും ഒരു തീർത്ഥാടനമായി ഇത് മാറരുത് എന്നുള്ള രീതിയിലാണ് ഗുരുദേവൻ വളരെ സ്പഷ്ടമായി ഈ തീർത്ഥാടനത്തിന്റെ കാര്യങ്ങളൊക്കെ ഈ വല്ലഭശ്ശേരി വൈദ്യരോടും അല്ലെങ്കിൽ കിട്ടൻ റൈറ്ററോടൊക്കെ പറയുന്നത്. അതിൽ പ്രധാനപ്പെട്ടതാണ് തീർത്ഥാടകർ പഞ്ചശുദ്ധി ആചരിക്കണം. ഞാനൊന്ന് ചോദിക്കട്ടെ ശ്രീ പിണറായി വിജയനോട്, അങ്ങ് ആദ്യമായി ചെയ്യേണ്ടത് ഈ പഞ്ചശുദ്ധി പാലിക്കുക എന്നുള്ളതാണ്. ശരീരശുദ്ധി ഓക്കെ, ഭക്ഷണശുദ്ധി, വാക്കിന്റെ ശുദ്ധി നമ്മൾ പരിപാലിക്കണം. നമുക്കൊക്കെ അറിയാം, പരനാറി, നികൃഷ്ടജീവി, കുലംകുത്തി, കടക്ക് പുറത്ത്, ഇതൊന്നും പറയരുത്, പറയാൻ പാടില്ല. ഇതാണ് ഗുരുദേവൻ പറഞ്ഞത്. പഞ്ചശുദ്ധി പാലിക്കണം. നമ്മുടെ ശരീരത്തിന് ശുദ്ധി വേണം, ആഹാരത്തിന് ശുദ്ധി വേണം, വാക്കുകൾക്ക് ശുദ്ധി വേണം, മനസ്സിന് ശുദ്ധി വേണം, കർമ്മത്തിന് ശുദ്ധി വേണം. ഇത്തരത്തിലുള്ള 5 ശുദ്ധികൾ പാലിച്ച് കൊണ്ട് മാത്രമേ ഈ തീർത്ഥാടകർ വരാൻ പാടുള്ളൂ എന്ന് ഗുരുദേവൻ പറഞ്ഞു. പിന്നീടാണ് വസ്ത്രത്തെക്കുറിച്ച് ചോദിക്കുന്നത്. അപ്പോഴാണ് ഗുരുദേവൻ പറയുന്നത്, വളരെ വളരെ സരസമായും വിശദമായും ഗുരുദേവൻ പറയുന്നു, എന്ത് വസ്ത്രമാണ് ധരിക്കേണ്ടത്, വല്ല നിശ്ചയമുണ്ടോ വൈദ്യരെ? അപ്പം ഇവർക്ക് അതിനെക്കുറിച്ചുള്ള നിശ്ചയമൊന്നുമില്ല. അപ്പോൾ ഗുരുദേവൻ പറഞ്ഞു കൊടുക്കുകയാണ്, നമുക്ക് നല്ലത് മഞ്ഞ വസ്ത്രമാണ്. കാരണം വെള്ള ഗൃഹസ്ഥാശ്രമികളുടേതാണ്, കാവി സന്യാസി ശ്രേഷ്ഠന്മാരുടേതാണ്, കറുപ്പും കരിമ്പടവും ഒക്കെ ശബരിമല തീർത്ഥാടകർ ഉപയോഗിക്കുന്നതാണ്. അതുകൊണ്ട് നമുക്ക് മഞ്ഞ വസ്ത്രം മതി. മഞ്ഞ ശ്രീകൃഷ്ണന്റെയും ശ്രീബുദ്ധ ഭഗവാന്റെയും ഉടുമുണ്ടാണല്ലോ എന്ന് ഗുരുദേവൻ പറയുന്നു. എന്നിട്ട് പറയുന്നു, ആ മഞ്ഞ വസ്ത്രത്തെക്കുറിച്ച് പറയുന്നു, മഞ്ഞ പട്ടൊന്നും വേണ്ട, പട്ടൊന്നും വാങ്ങരുത്, നമ്മൾ അമിതമായി എന്താ പറയുക അനാവശ്യമായി പണം ചെലവാക്കരുത്. സാധാരണ ഉപയോഗിക്കുന്ന വെള്ളമുണ്ട്, നന്നായി വൃത്തിയാക്കി കഴുകി അത് മഞ്ഞൾ വെള്ളത്തിൽ കുതിർത്ത് മഞ്ഞളിൽ മുക്കി മഞ്ഞ നിറമാക്കി അത് ഉടുത്തുകൊണ്ട് തീർത്ഥാടനത്തിന് വരട്ടെ. അത് കഴിഞ്ഞിട്ട് അലക്കി വെളുപ്പിച്ച് അവർക്ക് ഉടുക്കാലോ. അപ്പൊ ഇത്തരത്തിൽപ്പെട്ട വളരെ കൃത്യമായ നിർദ്ദേശങ്ങളാണ് തീർത്ഥാടനത്തിന് വേണ്ടി ഗുരുദേവൻ നൽകുന്നത്. മാത്രമല്ല, പിണറായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ തീർത്ഥാടനത്തിന്റെ കാര്യങ്ങളെക്കുറിച്ച് ഗുരു പറയുന്ന കൂട്ടത്തിൽ ഗുരു പറയുന്നുണ്ട്, നമ്മൾ അനാവശ്യമായി ഇതിന് പണം ചെലവാക്കൊന്നും വേണ്ട. നമ്മൾ ഈഴവർക്ക് സാധാരണ ഈ കടം കയറിയവരാണ് നമ്മൾ, അതുകൊണ്ട് കടം കയറരുത്, നമുക്ക് കടമുണ്ടാവാതെ നോക്കണം. ഇതൊക്കെ പിണറായി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. നമ്മൾ പണം സൂക്ഷിച്ചുപയോഗിക്കണം. അപ്പോൾ ഗുരുദേവൻ ഇങ്ങനെ പറയുന്നത്, കോട്ടയത്ത് നിന്ന് ശിവഗിരിയിലേക്ക് പോയി 2 ദിവസത്തെ തീർത്ഥാടനമൊക്കെ കഴിഞ്ഞ് മടങ്ങി വരാൻ കയ്യിലൊരു 3 രൂപയുണ്ടെങ്കിൽ, അക്കാലത്തെ കാര്യമാണ് പറയുന്നത്, കയ്യിലൊരു 3 രൂപയുണ്ടെങ്കിൽ തിരിച്ചൊക്കെ വന്നു കഴിഞ്ഞാലും കുറച്ച് ചക്രം ബാക്കി ഉണ്ടാകും. ആ രീതിയിൽ വേണം യാത്ര പോകാൻ, അല്ലെങ്കിൽ ശിവഗിരി തീർത്ഥാടനത്തിന് പോകാൻ എന്നാണ് ഗുരു പറയുന്നത്. ഈ ധൂർത്തിനെക്കുറിച്ച്, വളരെ മിതമായി മാത്രം പണം ചെലവഴിക്കുന്നതിനെ കുറിച്ച് ഒക്കെ ഗുരു പറഞ്ഞിട്ടുണ്ട്. പിണറായി വിജയൻ സൗകര്യം കിട്ടുമ്പോൾ തീർത്ഥാടനത്തിന്റെ ലക്ഷ്യങ്ങൾ, തീർത്ഥാടകരുടെ ഈ പറയുന്ന തത്വങ്ങൾ, ഈ ഗുരുദേവൻ പറഞ്ഞ ഓരോ വാക്കും ആയിരക്കണക്കിന് ആവർത്തിച്ച് പഠിക്കണം പിണറായി. ഇതൊന്നുമില്ലാതെ ഈ ഒരു മഹാസമ്മേളനത്തിൽ വന്നിരുന്ന് ഗുരുദേവൻ പറയാത്ത കാര്യങ്ങൾ ഗുരുദേവൻ പറഞ്ഞു എന്നുള്ള രീതിയിൽ പറയുന്നത് എൻ്റെ പൊന്നു പിണറായി സഹിക്കില്ല. ഈ നാട്ടിലെ ഗുരുദേവ ഭക്തർ അങ്ങയോട് ഒരു കാലത്തും ക്ഷമിക്കില്ല. വെള്ളാപ്പള്ളി നടേശനൊന്നും പറഞ്ഞില്ല ഇത് കേട്ടിട്ട്, ശിവഗിരിയിലെ സന്യാസിമാരൊന്നും പറഞ്ഞില്ല. പക്ഷേ വെള്ളാപ്പള്ളി നടേശൻ പണ്ട് പറഞ്ഞിരുന്നു, അന്ന് ഗുരുദേവനെ കുരിശിൽ തറച്ചുകൊണ്ട് ഈ പറയുന്ന ഒരു നിശ്ചല ദൃശ്യം അവതരിപ്പിച്ചപ്പോൾ പറഞ്ഞിരുന്നു, ഇത് CPM-ന്റെ നാശത്തിലേക്കാണ്, വേണ്ട എന്ന് അന്ന് വെള്ളാപ്പള്ളി പറഞ്ഞിരുന്നു. ഇന്ന് വെള്ളാപ്പള്ളി നിശബ്ദത പാലിക്കുന്നെങ്കിലും, ശിവഗിരി മഠത്തിലെ സന്യാസിമാരൊക്കെ നിശബ്ദത പാലിക്കുന്നെങ്കിലും അവരുടെ മനസ്സിലൊക്കെ കനലുകൾ നീറിപ്പുകയുന്നുണ്ട്. കാരണം ഗുരുദേവൻ പറയാത്ത കാര്യങ്ങൾ, ഗുരുദേവൻ മനസ്സിൽ പോലും വിചാരിക്കാത്ത കാര്യങ്ങൾ. ഗുരുദേവൻ ഒരിക്കലും ഹിന്ദു മതത്തിന് എതിരായിരുന്നില്ല. ഗുരുദേവന്റെ ദർശനങ്ങൾ, ഒരുപക്ഷെ ഗുരുദേവനെ നമ്മൾ മനസ്സിലാക്കുന്നത് ഗുരുദേവനെ ഈഴവ വിഭാഗത്തിന്റെ ഗുരുവായിട്ടൊക്കെ മനസ്സിലാക്കുന്ന ചില തൽപര കക്ഷികളൊക്കെ ഉണ്ട്. അവരോട് നമുക്ക് സഹിക്കാം, പൊറുക്കാം. ഗുരുദേവൻ എന്ന് പറയുന്നത് വിശ്വഗുരുവാണ്, ലോകത്തോളം ഉയർന്ന ഗുരുദേവൻ. ഇത് അവർണരുടെ ഗുരുവല്ല ഗുരുദേവൻ. അങ്ങനെ പറഞ്ഞത് നിത്യചൈതന്യതിയാണ്.
ഗുരുദേവ ശിഷ്യനായ നിത്യചൈതന്യതി പറഞ്ഞു, ഗുരുദേവൻ അവർണ്ണരുടെ ദൈവമല്ല, അവർണ്ണനീയമായ ഗുരുവാണ്, അവർണ്ണനീയമായ ദൈവമാണ്, വർണ്ണിക്കാനാവാത്തതാണ് ഗുരുദേവന്റെ ദർശനങ്ങളും ഗുരുദേവന്റെ സന്ദേശങ്ങളുമൊക്കെ. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്നിട്ട് ഗുരുദേവ ദർശനങ്ങളെ തൻ്റെ കാര്യസാധ്യത്തിന് വേണ്ടിയിട്ട്, തൻ്റെ പാർട്ടിയുടെ കാര്യസാധ്യത്തിന് വേണ്ടിയിട്ട്, ഇവിടുത്തെ സംഘപരിവാറിനെയും BJP-യെയും വിമർശിക്കാൻ വേണ്ടിയിട്ട്, അതിനെ എതിർക്കാൻ വേണ്ടിയിട്ട് ഗുരുദേവൻ കാവ്യെ തള്ളിപ്പറഞ്ഞിരുന്നു എന്ന് പറയുന്ന പിണറായി. കഷ്ടം. ഇങ്ങനെ യഥാർത്ഥത്തിൽ നമ്മൾ ഒരിക്കലും ചെയ്യരുത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ ചർച്ച ചെയ്യാം. ഓക്കെ, എല്ലാവർക്കും നന്ദി, നമസ്കാരം.